പേരാമ്പ്ര എം.എൽ.എ. ഫാത്തിമ തെഹ്ലിയക്കെതിരെ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത മുസ്ലിം ലീഗ് എം.എൽ.എ. ആയ തഹ്ലിയ സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് തെളിയിച്ചതിനെതിരെയാണ് സമസ്ത മുഷാവറ യോഗത്തിന്റെ വിമർശനം. നിലവിളക്ക് തെളിയിക്കൽ അനിസ്ലാമികമാണെന്നും മുസ്ലിങ്ങൾ അത് വർജിക്കണമെന്നും സമസ്ത മുഷാവറ യോഗം ആഹ്വാനം ചെയ്തു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഏതായാലും മുസ്ലിം ലീഗിന്റെ തന്നെ എം.എൽ.എക്കെതിരെയാണ് ഇപ്പോൾ മുഷാവറ സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഫാത്തിമ തഹ്ലിയ പേരാമ്പ്ര എം.എൽ.എ. ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ആ സ്വകാര്യ ചടങ്ങ് അങ്ങനെയാണ് ഉദ്ഘാടനം അവർ നിർവഹിച്ചത്. ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സമസ്താലയത്തിൽ ചേർന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ സമസ്ത മുഷാവറ യോഗം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇസ്ലാമികമല്ലാത്ത മറ്റു മതങ്ങളുടെ മുസ്ലിങ്ങൾ വർജിക്കണമെന്നാണ്. എന്നാൽ നിലവിളക്ക് കൊളുത്തൽ എന്നുള്ളത് പൊതുവെ നമ്മൾ പൊതുവായ ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റുമൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അതുമാത്രമല്ല, നിലവിൽ നടക്കുന്ന നിലവിളക്ക് സംബന്ധിച്ച ചർച്ചയിലാണ് മുഷാവറ യോഗം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. പ്രത്യേക ആചാരങ്ങളിൽ നിലവിളക്ക് കത്തിക്കൽ ഒരു പ്രത്യേക മതചടങ്ങുകളായി കാലങ്ങളായി അമുസ്ലിങ്ങൾ നിർവഹിച്ചു വരുന്ന കാര്യമാണ്. അത്തരം ആചാരങ്ങൾ നടത്തിവരുന്ന ആളുകൾ ഇസ്ലാം വിരുദ്ധ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് എന്നാണ് സമസ്ത കേന്ദ്ര മുഷാവറ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അമുസ്ലിങ്ങളോട് സാദൃശ്യം പുലർത്തുക എന്ന നിലയിലാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തി നിഷിദ്ധവും കുറ്റകരവുമാണ് എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ എന്നാൽ ഒരാൾ വെളിച്ചം മാത്രം ഉദ്ദേശിച്ച് മറ്റു വിളക്കുകളെ പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇത് പ്രധാനമായും ഉദ്ദേശിച്ചത് ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയതിനെതിരെയാണ്. നേരത്തെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന PK അബ്ദുറബ്ബ് ഒരു പൊതുചടങ്ങിൽ വെച്ച് നിലവിളക്ക് കൊളുത്തിയതിനെതിരെ ഈ ഇസ്ലാമിക സംഘടനകൾ വലിയ വിമർശനവുമായി അന്ന് രംഗത്ത് വന്നിരുന്നു. പിന്നീട് അതിൽ അദ്ദേഹം ഖേദമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അബ്ദുറബ്ബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുത്തിയത് വിവാദമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയാണ് സമാനമായൊരു വിവാദത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. അതും സമസ്ത പോലൊരു പണ്ഡിത സംഘടനയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത്. സാധാരണ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA ആണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA ആണ്. ആ MLA ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് ഏതെങ്കിലും സാമുദായിക സംഘടനയ്ക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. തീർച്ചയായും. ഏതായാലും പേരാമ്പ്ര MLA ആയ ഫാത്തിമ തെഹ്ലിയക്കെതിരെയാണ് സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് MLA ആയ തഹ്ലിയ സ്വകാര്യ ചടങ്ങിൽ നിലവിളക്ക് തെളിയിച്ചതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത മുഷാവറ യോഗത്തിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നിലവിളക്ക് തെളിയിക്കൽ അനിസ്ലാമികമാണെന്നും മുസ്ലിങ്ങൾ അത് വർജിക്കണമെന്നതുമാണ് സമസ്ത മുഷാവറ യോഗത്തിന്റെ ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.